മിന്നൽ പ്രളയത്തിലുലഞ്ഞ നേപ്പാളിൽ ആശങ്കയേറ്റി രക്ഷാപ്രവർത്തനങ്ങൾ സങ്കീർണമാവുകയാണ്. ഭോട്ടെ-കോശി നദിയിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പുണ്ട്. നദിയിൽ രൂപപ്പെട്ടിരിക്കുന്ന തടയണ ഏതു നിമിഷവും തകരാമെന്ന മുന്നറിയിപ്പാണ് ദുരന്തഭീതി ഇരട്ടിയാക്കുന്നത്. ഇതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതും തിരച്ചിലിന് വൻ തിരിച്ചടിയാണ്. നിലവിൽ മരണസംഖ്യ ഉയരുന്നുണ്ട്, 390 ആയിരിക്കുന്നു. ദുരന്തത്തിൽ കുടുങ്ങിയ 54 മലയാളികളടക്കം 290 ഇന്ത്യക്കാരെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളില്ല. ദുരന്തഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരികെ എത്തിക്കാനും ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കാനുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. നേപ്പാളിലെ ഭോട്ടെ-കോശി നദിക്ക് സമീപത്തു നിന്നും ആദിൽ പാലോട് തത്സമയം വിവരങ്ങളുമായി. അതിലുള്ളത് ഈ ഭോട്ടെ-കോശി നദിക്ക് സമീപമാണ്. എന്താണ് അവിടുത്തെ ഒരു കാഴ്ച? ഈ ഹിമാനികൾ വന്നു പതിച്ചുണ്ടായ പ്രളയമാണല്ലോ. അപ്പോൾ ഇനിയും ഒരു ഹിമാനികളുടെ പതനം ഉണ്ടാകും എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ പുതുതായി രൂപപ്പെട്ടിരിക്കുന്നത്. ഉറപ്പായും സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂലി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. ഞാനിപ്പോൾ കുറച്ച് ഉയർന്ന ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി നിൽക്കുകയാണ്. ഇതിന്റെ തൊട്ട് താഴെ വരെ വെള്ളം വന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം എത്രമാത്രം ഭയാശങ്ക ഉയർത്തുന്ന അപകടമാണ്, ദുരന്തമാണ് ഇവിടെ നടന്നത് എന്നുള്ളത്. ദൃശ്യങ്ങൾ ഓരോന്നായി നമുക്ക് കാണിക്കാൻ കഴിയുന്നതാണ്. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ കുറച്ചുകൂടി മുന്നിലേക്കുള്ളതായിരുന്നു. തൊട്ട് അരികിൽ തന്നെ ആ നദി ഒഴുകുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട്. ഭോട്ടെ-കോശി നദിയാണ് സ്മൃതി. ഇത് ശരിക്കു പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ 10-20 മീറ്റർ താഴ്ചയിൽ ഒഴുകിക്കൊണ്ടിരുന്ന നദിയാണ് ഈ വിധത്തിൽ മുകളിലേക്ക് വന്ന് ചളിയടിഞ്ഞ് ഇത്രയും കുത്തിയൊലിച്ച് ഒഴുകുന്നത്. അതിൻ്റെ തൊട്ടടുത്തായ ഒരു പാറക്കല്ല് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് സൂം ചെയ്താൽ അത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഇത്രയും കൂറ്റൻ പാറക്കല്ല് ഈ കുത്തിയൊലിച്ചു വന്ന മിന്നൽ പ്രളയത്തിൽ ഇവിടെ നിക്ഷേപിക്കപ്പെട്ടതാണ്. ആ നിലയിൽ വലിയ പ്രളയം അത് ഇവിടുത്തെ നാട്ടുകാരെ മുഴുവൻ ഭയത്തിലാക്കിയിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇതുവരെ ആ വിധത്തിൽ വലിയൊരു കണക്ക് പുറത്തുവിട്ടിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്ന ഈ കെട്ടിടം, ആ കെട്ടിടത്തിലേക്ക് സൂം ചെയ്തു പോയാൽ ഇതൊരു ബഹുനില കെട്ടിടമായിരുന്നു. ഇവിടെയുള്ളൊരു കൃഷി വികസന ഓഫീസാണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇതിനുള്ളിലൊക്കെ ആളുകൾ പ്രവർത്തിക്കുകയായിരുന്നു. അവിടെ നിന്ന് മിന്നൽ പ്രളയമുണ്ടായി. 15 മിനിറ്റ് മാത്രമാണ് ഇവിടെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ സമയമായി കിട്ടിയത്. അപ്പോഴേക്കും ഇവിടെ രക്ഷപ്പെടാൻ ആലോചിച്ചു തുടങ്ങിയപ്പോഴേക്ക് വെള്ളം കുത്തിയൊലിച്ച് ഇവിടേക്ക് എത്തി എന്നാണ് ആളുകൾ പറയുന്നത്. ഈ കാണുന്നതൊക്കെ ഒരു റോഡായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഭാഗത്തൊക്കെ പലയിടത്തും വീടുകൾ ഉണ്ടായിരുന്നു. ഈ കെട്ടിടം, നമ്മളിപ്പോൾ കാണുന്ന കെട്ടിടങ്ങളുടെ നടുഭാഗത്ത് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ബലഹീനമായ കെട്ടിടങ്ങൾ ഒക്കെ പൂർണ്ണമായും ഒഴുക്കിൽ ഒലിച്ചുപോയി. അത്രയും ബലമുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അത് തന്നെ ഗുരുതരമായി കേടുപാടുകൾ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന 2 പാലങ്ങൾ പോയി. ഒരു ജലവൈദ്യുത പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഒരു ജലവൈദ്യുത പദ്ധതി, ആ പദ്ധതിയുടെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പദ്ധതിയാണത്. ആ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗങ്ങൾ പൂർണ്ണമായും തന്നെ നശിച്ചു എന്ന് പറയാം. അതായത് ഈ ഒരു നഗരം, ഈ തൃശ്ശൂലി എന്ന് പറയുന്ന ഈ പട്ടണം, ഈ ബസാർ പൂർണ്ണമായും തന്നെ മിന്നൽ പ്രളയത്തിൽ വാഷ് ഔട്ട് ചെയ്തു പോയി. ഒരു നഗരമായിരുന്നു ഇത് എന്നുള്ളതാണ്. ഒരു നഗരമായിരുന്നു. ആ നഗരത്തിൽ നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ടായിരുന്നു. അതൊക്കെ തകർന്ന് തരിപ്പണമായി. അതിന്റെ രൂപം തന്നെ മാറിയ വിധത്തിലാണ് കാണുന്നത്. ഇപ്പോൾ കാണുന്ന ഈ കെട്ടിടത്തിന്റെ മുൻഭാഗത്തും ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തകർന്ന് ഈ വിധത്തിലായിരിക്കുന്ന മണ്ണിൽ പുതഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഭാഗം മാത്രമാണ്. ദുരന്തഭൂമിയിലെ നിരവധി കാഴ്ചകൾ ഇതിനകം ആദിൽ കണ്ടു കഴിഞ്ഞു. നിരവധി പ്രതികരണങ്ങളും കണ്ടു കഴിഞ്ഞു. അതിൽ നേരത്തെ ഈ ഭോട്ടെ-കോശിയിലെ ആശങ്കയാണ് ഇപ്പോൾ അതിലവിടെ ആ നദീ സമീപത്തു നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ആളുകളുടെ പ്രതികരണങ്ങളും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ ഇതിനകം അതിൽ കാണുന്നു. ഇന്ത്യക്കാരെ ആരെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാതായ ഇന്ത്യക്കാർ, ചിലരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേർ പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സുരക്ഷിതരായി തന്നെ നിൽക്കുന്നവരുമുണ്ട്. അവരുടെ അത്തരം മലയാളികളുടെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തിരിക്കുന്നു. ഉറപ്പായും നിരവധി മലയാളികൾ ഉണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കാഠ്മണ്ഡുവിൽ ആദ്യം വിമാനമിറങ്ങി ഇന്ത്യൻ എംബസിയിലേക്കാണ് പോയത്. അവിടെയുള്ള ആളുകളോട് സംസാരിച്ചു, അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അവിടെ നിരവധി ആളുകൾ, കൂടുതൽ തമിഴ് സ്വദേശികൾ കാണാതായിട്ടുണ്ട്. അവരെയൊക്കെ തേടി നിരവധി ആളുകൾ കരഞ്ഞുകൊണ്ട് അവിടെ വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് അന്വേഷിച്ച് നിരവധി ആളുകൾ, കുടുംബക്കാരൊക്കെ ബന്ധുക്കളെ തേടി എത്തുന്ന സാഹചര്യമുണ്ട്. ഇവിടുത്തെ നേപ്പാളിലെ തന്നെ ചില ആളുകളോട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇവിടെ ആളുകളുണ്ട്.
आप ये क्या हालत है अभी? हालत क्या है? अभी हालत बहुत नाजुक हालत है यहाँ। खाने पीने की भी सामग्री उतना बड़ी सरकार नहीं लेकर आया है। कितने लोग हुआ था यहाँ उस समय जहाँ हम लोग है इस जगह पर कम से कम 1000 आदमी रहा होगा। उस 1000 പേര് ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. आदमी सब तब भाग कर ऊपर चला गया। थोड़ा मोड़ा पर 7 आदमी पर गया है जैसा लग रहा है हमको. ഇതാ ഇവിടെ ഒരു ഒറ്റൊരാളുണ്ട്. ഇദ്ദേഹത്തിന്റെ വീട് അവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ വീടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ആ വീട് പൂർണ്ണമായും നശിച്ചുപോയി. आपका घर वहाँ पे था? हमारा वो रूम था, वो नहीं मिट्टी लग गया है. നീലവാല ബിൽഡിംഗ് കാ സാമനെ ഇതാ നമ്മളിപ്പോൾ കാണുന്ന നീല കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തായി ഒരു വീടുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ വീട് പൂർണ്ണമായി പോയി എന്ന് പറയുന്നു. वो अब क्या बताया, अब चला गया जो चला गया. अब हम लोग कर करके आज जान बच गया, वही बहुत ज्यादा है. ജീവൻ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം എന്നാണ് ഇവർ പറയുന്നത്. നാം ക്യാ ആപ്കാ? मेरा नाम शिव शंकर प्रसाद यादव है. ठीक है. आपका आन परिवार नहीं है, हम लोग सब साथे में रहते थे. അതായത് ഇദ്ദേഹം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇവിടെ മറ്റൊരു ദൃശ്യം കാണുന്നത്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങളുമെല്ലാം നമുക്ക് തന്നെ ഇന്റർനെറ്റ് കിട്ടുന്നതിലൊക്കെ വലിയ തടസ്സമുണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കുകയാണ് ഇവിടെ പല ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട്. മാത്രമല്ല സ്മൃതി, ഇവിടെ ചെളിയാണ്. നമ്മളിപ്പോൾ ഉയരത്തിൽ കയറി നിൽക്കുന്നത് കൊണ്ടാണ് ഈ വിധം ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്നത്. ഇവിടെ മുഴുവൻ കനത്ത ചെളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ടോളം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് അര വരെയൊക്കെ പല ഭാഗങ്ങളിലും ചളി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ദുസ്സഹമാണ്. ഇതിനിടെയാണ് സ്മൃതി വളരെ പ്രധാനമായി ഈ ചൈനയിൽ നിന്നൊരു മുന്നറിയിപ്പ്, ഇപ്പോൾ നേപ്പാളിൽ നിന്നും ഒരു മുന്നറിയിപ്പ് വരുന്നത്. ഇനിയും ഈ ഭോട്ടെ-കോശി നദി കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഭോട്ടെ-കോശി നദി ഇനിയും കരകവിഞ്ഞൊഴുകിയാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രക്ഷാപ്രവർത്തനം കൂടുതൽ സങ്കീർണമാകും എന്നതും ഉറപ്പാണ്. നിലവിൽ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഒരു തടയണ ഉണ്ടായിരുന്നു, ഒരു ഹിമപാളി കൊണ്ട് തടയണ ഉണ്ടായിരുന്നു. ആ തടയണ പൊട്ടിപ്പോയതാണ് ഈ രൂപത്തിൽ വലിയ തോതിൽ വെള്ളം പൊങ്ങാൻ കാരണം. ഒരു തടയണ കൂടി അങ്ങനെ രൂപപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ ലക്ഷക്കണക്കിന് ഘനയടി വെള്ളം അവിടേക്ക് ഒഴുകി വന്നിരിക്കുന്നു. അത് പൊട്ടിപ്പോയാൽ ഒരുപക്ഷെ വീണ്ടും ഒരു രണ്ടാമത്തെ മിന്നൽ പ്രളയത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ സുരക്ഷിതമായി നിൽക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നേപ്പാൾ അധികൃതർ നൽകുന്നത്. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രം പ്രാദേശികമായ ആളുകളുടെ വാക്കുകൾ കേട്ടാൽ 1000-ലധികം ആളുകൾ ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ എത്ര ഗ്രാമങ്ങൾ, നമ്മൾ നിൽക്കുന്നത് ഒരു 50 കിലോമീറ്ററോളം ഇപ്പുറത്താണ് ഈ പ്രശ്നമുണ്ടായ ഭാഗത്തു നിന്നും, പ്രളയമുണ്ടായ ഭാഗത്തു നിന്നും. അങ്ങനെ എത്ര ഗ്രാമങ്ങൾ മണ്ണിലടിയിലായിട്ടുണ്ട് എന്നതിന്റെ പോലും വ്യക്തമായ കണക്ക് ഇപ്പോൾ നേപ്പാൾ ഭരണകൂടത്തിന്റെ കയ്യിലില്ല. 10,000-കണക്കിന് ആളുകൾ ഒരുപക്ഷെ മണ്ണിനടിയിൽ ഉണ്ടാകാം എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. ഇല്ലാതായി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എത്ര പ്രദേശങ്ങൾ ചോർന്ന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതും ഇപ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഏതായാലും അവിടെ 290 ഇന്ത്യക്കാരെ കാണാനില്ല എന്നുള്ള ഒരു വിവരം ലഭിക്കുമ്പോൾ മലയാളികളുമുണ്ട്. സുരക്ഷിതരായിരിക്കുന്ന മലയാളികൾ ഇന്നലെ നമ്മളോട് തന്നെ സംസാരിച്ചിരുന്നു. ഏതായാലും സുരക്ഷിതരായി തന്നെ തുടരുക, അവിടെ നിന്നും നീങ്ങണം എന്നുണ്ടെങ്കിൽ എംബസിയുമായി ബന്ധപ്പെട്ട ശേഷം മാത്രം അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇന്നലെ നമ്മളോട് നോർക്കിൽ നിന്നുള്ള നോർക്ക CEO നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്.